ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ഒന്നും ജനിക്കേണ്ടതല്ലായിരുന്നു, ഞാൻ വേറെ ഏതോ ഉഗാണ്ടല്ല. ഹായ് മൈ ക്യൂട്ടീസ്. അങ്ങനെ കുറേ നാളിങ്ങനെ പ്ലാൻ ചെയ്ത് ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. ഞാൻ എന്ന് എടുക്കാൻ വരുമ്പോൾ എന്തെങ്കിലും പരിപാടി വന്നിട്ട് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാം. ആൻഡ് ഞാൻ വീട്ടിലുള്ള സോ വലിയ സംഭവങ്ങളൊന്നും എൻ്റെ വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫിൽ സംഭവിക്കാറില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നല്ല മഴയാണ്, രാവിലെ തൊട്ട് നല്ല മഴയാണ്. അപ്പോൾ ഞാനിപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ. നമുക്ക് ഈ ഫുഡ് കഴിക്കാം. ഇപ്പം ആക്ച്വലി ഉച്ചയായി. ഞാൻ ഇത്ര ലേറ്റായിട്ട് എഴുന്നേൽക്കാറില്ല, പക്ഷേ എനിക്ക് ഇന്നലെ കിടന്നിട്ടുണ്ടല്ലോ, എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ 5 മണി 6 മണി വരെ ഞാൻ കുറച്ച് നേരം ഞാൻ കണ്ണടച്ച് അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും, പിന്നെ കുറച്ച് നേരം റീൽസ് കൊണ്ട് എന്തൊക്കെ ചെയ്തിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. അങ്ങനെ ഫൈനലി ഞാൻ 6 മണിക്ക് എന്താണ് ഞാൻ ഉറങ്ങിയത്. സോ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റ്. അപ്പോൾ നമുക്ക് പോയിട്ട് വല്ലതും എണ്ണം. ഓക്കെ, എനിക്ക് വിശക്കുന്നു. ഓൾസോ എൻ്റെ കേൾസ് കണ്ടു, ഇന്നത്തെ കേൾസ് ഇത് ഇന്നലെ കുളിച്ചുകൊണ്ട് നല്ല ഫ്രഷ് കേൾസ് ആണ്. അതാണ് ഇത്രയും വൃത്തിയിലിരിക്കണം. 2 ദിവസം കഴിഞ്ഞ് ഇത്രയും വൃത്തിയിലൊന്നും നിങ്ങൾക്ക് കാണാൻ പോലും പറ്റില്ല. അപ്പോൾ നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ബിഫോർ ദാറ്റ് വി നീഡ് ടു മേക്ക് അവർ ബെഡ് അല്ലേ. ഇത് ഞാൻ കുറച്ച് കാലമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ്, ഈ ബെഡ് ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തൊരു സാരിയൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതെനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ തന്നെ വെച്ചതാണ്. പിന്നെ എനിക്കൊരു ടൈമിലൊക്കെ ഇരുട്ടായിരുന്നു ഇഷ്ടം, എന്ന് വെച്ചാൽ ഞാൻ റൂമിൻ്റെ ജനലൊന്നും അങ്ങനെ തുറന്നെടുത്തില്ല. പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ എഴുന്നേറ്റ് ഫസ്റ്റ് ചെയ്യുന്ന കാര്യം ഇത് തുറന്നിടുക എന്നുള്ളതാണ്. എനിക്കിപ്പോൾ വലിയ കാഴ്ചകളൊന്നുമില്ല, അപ്പുറത്തെ വീടൊക്കെയാണ് കാണാനുള്ളത്. അത് എത്ര വലിയ താല്പര്യമില്ലെങ്കിലും ഞാനിങ്ങനെ പ്രകൃതിക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഇവിടെ ഒരു കുളമുണ്ട്, അതിൽ കുറേ മീനുകളൊക്കെ കാണാം. ഇപ്പം നിൽക്കാൻ നോക്കി കാണില്ല, പക്ഷേ സൂക്ഷ്മതയോടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു മുരിങ്ങ അതിൻ്റെ ഇതുണ്ടായിരുന്നു, മുരിങ്ങക്കായൊക്കെ ഉണങ്ങിപ്പോയി. എന്നാലും ഞാൻ കുറച്ച് നേരം നോക്കി. നല്ല മഴയാണ്, ഇന്ന് ഫുൾ മഴയായിരിക്കും. പിന്നെ ഞാൻ കിച്ചണിൽ ചെന്ന് ഞാൻ എൻ്റെ യൂഷ്വൽ കുറച്ച് ഗീ കഴിച്ചു. പിന്നെ ഇന്ന് ഫുഡായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് ഇതായിരുന്നു, കപ്പ ആൻഡ് ചെറുപയറായിരുന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു ചുമ്മാ പുറത്തേക്കൊക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞു. പക്ഷേ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോൾ, പുറത്തേക്കെന്ന് വെച്ചാൽ മുറ്റത്തേക്കൊക്കെ ഇറങ്ങാൻ നോക്കിയപ്പോൾ മഴ. ഇന്ന് രാവിലെ തൊട്ട് പെരുമഴയാണ്, അതില്ല. ഓക്കെ, എന്നാൽ മഴ ഇല്ല അതും ഇല്ല. ലൈക്ക് ഇങ്ങനെ ഇൻ ബിറ്റ്വീനായിട്ട് ഇങ്ങനെ ചെറിയ മഴ, നിൽക്കാത്ത മഴ. സോ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മുറ്റത്തേക്കൊന്ന് ഇറങ്ങി നോക്കാം. അമ്മ എന്തോ കാട് വെട്ട് എന്തോ പരിപാടിയിലാണ്, നമുക്ക് നോക്കാം. ഇതേ നിൽക്കുന്ന മഹതി. ഓയ്, ആരുമില്ല. സത്യം പറയട്ടെ, എനിക്കിങ്ങനത്തെ പറമ്പത്തെ ഒരു പണിയും എനിക്കിഷ്ടമല്ല. ഞാനിങ്ങനത്തെ പറമ്പത്തെ പണിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര മടിയുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ നിങ്ങളായിരിക്കുമോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തതെന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ കുറേ വർഷം കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ ലൈക്ക് നമ്മളുടെ മെമ്മറീസൊക്കെ കാണാൻ ഒരു രസമാണല്ലോ. പിന്നെ ഇന്ന് എന്തായാലും അമ്മ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഓക്കെ, അപ്പോൾ നല്ല മൂർച്ചയുള്ള വാക്കത്തി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുല്ലുകൾ അരിയാൻ പറ്റും കേട്ടോ. അതർവൈസ് അത്ര ഈസി അല്ല. പിന്നെ ഈ അടുത്ത ദിവസം സവാള അരിഞ്ഞ് ഞാൻ കൈ മുറിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു വെറുതെ അറിയാത്ത പണിക്ക് നിൽക്കണ്ട, കയറിപ്പോയിക്കോന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തലയിൽ ഒന്നും തോർത്തൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ പനി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓൾറെഡി ചെറിയ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു വെറുതെ ഇതിന് നിൽക്കണ്ട, കാരണം അവർ അത്ര അവർക്ക് ടെൻഷനായിരിക്കുമല്ലോ എന്ന് വെച്ച് ഞാൻ കുട്ടിയൊന്നുമല്ല കേട്ടോ, എനിക്കിതൊക്കെ ചെയ്യാം. ഞാൻ പിന്നെ കുറച്ച് നേരം അമ്മേൻ്റെ കൂടെ അതൊക്കെ ചെയ്ത് കുറച്ച് പുല്ലൊക്കെ ഞാൻ അരിഞ്ഞു കേട്ടോ. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ക്യൂട്ട് ഗസ്റ്റ് വന്നു. ഇവൻ ഏതാണെന്ന് ആക്ച്വലി എനിക്ക് അറിഞ്ഞുകൂടാ. ഇവൻ മഴയൊക്കെ നനഞ്ഞ് കുളിച്ചിട്ടാണ് വന്നത്, ഏതോ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങി വന്നാണ്. അങ്ങനെ കുറച്ചൊരാൾ നമ്മളുടെ കൂടെ ഇരുന്ന് ലൈക്ക് പുല്ലൊക്കെ കടിച്ചു തരുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു അവന് ദാഹിക്കുന്നുണ്ടാവും, അപ്പോൾ കുറച്ച് വെള്ളം അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ എനിക്ക് തോന്നി അവന് വിശക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചോറും മീൻകറിയും ഞാൻ അയിലേൻ്റെ തലയൊക്കെ ഞാൻ കൊടുത്തു. അപ്പോൾ അവൻ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവൻ അമ്മേൻ്റെ കൂടെ കുറേ നേരം നിന്നു. അപ്പോൾ എനിക്കിനി എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനും ഉണ്ട്. ഞാൻ എഴുന്നേറ്റിട്ട് ആക്ച്വലി ഫേസ് വാഷും സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് എനിക്ക് ഫേസ് മാത്രം തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകം ടവൽ വാങ്ങിക്കണം. ബിക്കോസ് എൻ്റെ ഫേസിൽ ഇപ്പോൾ 2-3 ആക്നെയൊക്കെ വന്നയോ, എനിക്ക് ഇതൊക്കെ കളയണം. എൻ്റെ ഫേസിൽ ആക്നെ ഒന്നും വരാത്തായിരുന്നു, ആരോ കണ്ണു വെച്ചതോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ സാലിസിലിക് ആസിഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, നോക്കാം മാറുമോ എന്ന്. ഡേ ടൈമിൽ ഞാൻ പ്രത്യേകിച്ച് ഇപ്പം ഞാൻ വേറെ ആക്റ്റീവ്സൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. നയസിനമൈഡ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ നയസിനമൈഡ് വാങ്ങിച്ചിട്ട് ആക്ച്വലി 2-3 ഡേയ്സ് ആയിട്ടുള്ളൂ.
അതും എനിക്ക് ആക്ച്വലി പെയിൻ വരുന്ന ഒരു ടൈപ്പ് ഒരു കുരു. എനിക്ക് ഒരു കഴിഞ്ഞ കൊല്ലമല്ല 2 കൊല്ലം മുമ്പല്ല, കഴിഞ്ഞതിന് മുന്നത്തെ കൊല്ലം എനിക്ക് ഒരു ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. വല്ലപ്പോഴും എപ്പോഴെങ്കിലും സീസണലായിട്ട് എനിക്ക് എൻ്റെ മുഖത്ത് 2-3 കുരു വരും. നിങ്ങളെൻ്റെ വീഡിയോസ് എപ്പോഴും കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം എൻ്റെ മുഖത്ത് അങ്ങനെ കുരു ഉള്ളൊരു പേഴ്സണുണ്ട്. ബാക്കി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സർക്കിളും ഒക്കെ എനിക്കുണ്ട്, അൺഇവൻ സ്കിൻ ടോൺ അതൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് കുരു പ്രശ്നങ്ങൾ വരാറില്ല. എന്തായാലും എനിക്കിന്ന് ആക്ച്വലി ഇനിയൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്, ലൈക്ക് ഒരു യൂട്യൂബ് വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യാനുണ്ട് വേറെ. അപ്പോൾ എന്തായാലും എനിക്ക് റെഡി ആവണം. അതിപ്പോൾ എങ്ങനെ റെഡി ആവാം, അതിൻ്റെ കൂടെ നിങ്ങളുടെ അടുത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം എന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് പറയാൻ മാത്രം വലിയ വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ അന്ന് ഇൻസെക്യൂരിറ്റീസിനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലേ. ഞാൻ ലൈക്ക് ഇപ്പം കുറേ പേര് മൈക്രോ ബ്ലേഡിങ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ലൈക്ക് ഓരോരുത്തർ ഇഷ്ടമാണ്. പക്ഷേ ഇന്നേ വരെ ഞാൻ ഇപ്പം പല കാര്യങ്ങൾ ലൈക്ക് എനിക്ക് അത് ചെയ്യണമായിരുന്നു, എനിക്ക് ഇങ്ങനെ ചെയ്യണമായിരുന്നു ഒക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ എനിക്കങ്ങനെ വലിയ തിക്കായിട്ടുള്ള ഐബ്രോസ് അല്ല, എനിക്ക് ഇവിടെ വരെ കുറച്ചുണ്ട്, പിന്നെ ഇങ്ങോട്ടേക്ക് എൻ്റെ അമ്മയ്ക്കും അങ്ങനെ തന്നെ കേട്ടോ. പക്ഷേ ഞാൻ ഇന്നേ വരെ സത്യം പറഞ്ഞാൽ പുറത്ത് പോകുമ്പോൾ ഞാൻ എന്തായാലും ഇത് ഫില്ല് ചെയ്തിട്ടേ പോകാറുള്ളൂ. എനിക്കിങ്ങനെ ഐബ്രോസ് ഇങ്ങനെ നല്ല ഫില്ല് ചെയ്ത് ഇങ്ങനെ വില്ല് പോലെ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പക്ഷെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ബോധേഡല്ല. ഞാനിങ്ങനെ ഐബ്രോ ലൈക്ക് ബാക്കി ഇപ്പോൾ ഡാർക്ക് സർക്കിൾ ഞാൻ ഇടയ്ക്ക് ബോധേഡാവാറുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഷേട്ട് ബാക്കിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ലാത്ത ഐ മീൻ ഈവൻ ടോൺ അല്ലാത്ത. പിന്നെ ഇവിടെയാണ് കുറച്ച് പിഗ്മെൻറ്റേഷൻ ഉള്ളത്. വിഷു ഇത് മാറിയിരുന്നെങ്കിൽ എന്നൊക്കെ വരും. പക്ഷേ ഞാൻ ഐബ്രോനെ പറ്റി സത്യം പറഞ്ഞാൽ ഞാൻ പോകാറില്ല. ഞാൻ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ആലോചിക്കുന്നത് ഓക്കെ ലൈക്ക് ഫില്ല് ചെയ്യുമ്പോൾ വേറെ ഇങ്ങനെ നല്ല ഭംഗി ഇങ്ങനെ ഇരിക്കും. പക്ഷേ വീട്ടിൽ നമ്മളിങ്ങനെ ഞാൻ അത്ര ബോധേഡല്ല കേട്ടോ ഇതിനെപ്പറ്റിയൊന്നും. വീട്ടിലിരിക്കുമ്പം ലൈക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഭയങ്കര പ്രസൻറ്റബിൾ ആയിട്ട് പോകാൻ എനിക്കിഷ്ടമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരുങ്ങി ഔട്ട്ഫിറ്റൊക്കെ നോക്കി മേക്കപ്പ് ഒക്കെ ഇട്ട് സുന്ദരിയായിട്ട് പോകാൻ തന്നെയാണ് എനിക്കിഷ്ടം. പക്ഷേ അതർവൈസ് ഞാനിങ്ങനെ അത്ര നോക്കാറില്ല. നമ്മൾ ഗേൾസ് നമുക്ക് എന്തായാലും നമ്മൾ എത്രയൊക്കെ ഇങ്ങനെ ഒരുങ്ങിയൊക്കെ പോയാൽ നമ്മൾ വീട്ടിൽ വന്നതെല്ലാം ഒന്ന് അഴിച്ചിട്ട് നമ്മളുടെ വീട്ടിലിടുന്ന ഷോർട്ട്സോ ബനിയനോ നൈറ്റിയോ വോട്ടവർ അതിലോട്ടൊക്കെ ഒന്ന് മാറി ഇങ്ങനെ ഫ്രീ ആയിട്ട് മേക്കപ്പ് ഒക്കെ കഴുകിക്കളഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു സുഖമല്ലേ അല്ലേ? അപ്പോൾ അങ്ങനെയാണ്. ചില ആൾക്കാർ പറയും നിന്നെ അങ്ങനെയല്ല, നിന്നെ ഫോട്ടോ കാണാൻ വേറെ പോലെ, ഇങ്ങനെ കാണാൻ വേറെ പോലെ. പിന്നെന്താ ഫുൾ ടൈം ഇങ്ങനെ റെഡി ആയിട്ട് മറ്റേ കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടാണ് എല്ലാവരും ഇരിക്കുക അല്ലല്ലോ? അത് ശരി. ഞാനിപ്പോൾ പെട്ടെന്ന് റെഡി ആവട്ടെ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ റെഡി ആയിട്ട് വരാം. എനിക്കിന്ന് ഓൾറെഡി ഒരു യൂട്യൂബ് വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സമയം 7:30 എന്തോ ആയി. അതെല്ലാം വീഡിയോ എടുക്കും. സോ ഞാൻ നെവർ മൈൻഡ്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് രാത്രി. എഡിറ്റ് ചെയ്യാൻ മാത്രമല്ല, ഞാൻ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ സമയമായി. പിന്നെ ഇടയ്ക്ക് വെച്ചപ്പോൾ ഞാൻ ഇച്ചിരി ചോറും ഇച്ചിരി മീൻകറിയും ഞാൻ കഴിച്ചു. സോ ഇപ്പം ഞാൻ ഒരു പാസ്ത ഉണ്ടാക്കാൻ പോവാ. ഞാൻ ഇപ്പം ഒരു പാസ്തേൻ്റെ റെസിപ്പി ഇങ്ങനെ റിപ്പീറ്റഡ്ലി ഞാൻ കാണുന്നു ഇൻസ്റ്റഗ്രാമിലൊക്കെ. സോ ഐ തോട്ട് ടു ട്രൈ ഇറ്റ്. അതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ ആദ്യം ഞാൻ റെഡിയാക്കി വെക്കണം. എന്നിട്ട് ഞാൻ വന്നിട്ട് ഇങ്ങനെ കൊണന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ. സോ നമുക്ക് ഫസ്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാം, എന്നിട്ട് ഞാൻ വരാം. കുക്ക് ചെയ്യാൻ വളരെയധികം മടിയുള്ള ദിവസം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു പാസ്ത റെസിപ്പിയാണിത്. അതിന് വേണ്ടി നമ്മളൊരു ഇഡ്ഡലി തട്ട് എടുക്കുക. അതിൻ്റെ താഴെ നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് ആൻഡ് അതിനകത്ത് കുറച്ച് പാസ്ത ഇട്ട് പാസ്തനകത്തോട്ട് ഇത്തിരി ഒലീവ് ഓയിൽ കുറച്ച് ഉപ്പും കൂടെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്ത് ചിക്കൻ മാറ്റി വയ്ക്കുക. ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് അടുത്തൊരു തട്ടിലോട്ട് 2 ഉണക്കമുളക്, ദെൻ കാഷ്നട്ട്, ഒരു ടൊമാറ്റോ വേണം, കുറച്ച് സവാള, പിന്നെ വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഒരു 20-30 മിനിറ്റ്സ് ഒക്കെ നിങ്ങൾ കുക്ക് ചെയ്താൽ മതി. അത്രയും ടൈം കൊണ്ടെല്ലാം കുക്കായിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് ഒരു റെഡ് സോസ് കൈൻഡ് ഓഫ് പാസ്ത ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. ഞാൻ ഇൻസ്റ്റയിൽ എവിടെ നോക്കിയാലും ഇൻസ്റ്റയിൽ എനിക്ക് ഈ റെസിപ്പി ആയിരുന്നു. അത് കുറച്ച് ഹെൽത്തിയാണ്. നമ്മൾ ഒരുപാട് ഓയിലൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, എല്ലാം നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. സോ നമുക്ക് ഫസ്റ്റ് ഇത്രയും സാധനങ്ങൾ കുക്ക് ചെയ്ത് ആവിയിൽ വേവിച്ചിട്ട് വരാം.
നമ്മളെ സാധനങ്ങളൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഈ സാധനങ്ങൾ നമുക്ക് ഒരു പേസ്റ്റ് ആയിട്ട് അടിച്ചെടുക്കണം. സോ നമ്മൾ പേസ്റ്റ് ഒക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു ചെറിയ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ചിക്കൻ ഇല്ലേ, ഈ ചിക്കൻ നിങ്ങൾ എടുത്തത് ചിക്കൻ ബ്രസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, ഇതിനകത്ത് ആക്ച്വലി കുറച്ച് എല്ലുണ്ട്. അപ്പൊ ആ എല്ലൊക്കെ മാറ്റിയിട്ട് നമുക്കൊന്നിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ചിക്കി എടുക്കാം. ഓക്കെ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വെള്ളമില്ലേ, ഈ ചിക്കൻ സ്റ്റോക്ക് നിങ്ങൾ കളയരുത്, കളഞ്ഞ അടി വാങ്ങിക്കും. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മയ്ക്ക് തലവേദന ഞാൻ തിരിഞ്ഞു നോക്കാണ്ട് ഈ റീൽ എടുക്കുക. ഞാൻ എന്ത് ചെയ്യാനാ ഞങ്ങളെ ചായ ഉണ്ടാക്കി തരാണ്ട് അന്നേരം റീൽ ഇന്നലെയൊക്കെ ഞാനാണ് ഗൈസ് ചായ ഉണ്ടാക്കി കൊടുത്തത്. ഇന്നൊരു ദിവസം ചായ ഉണ്ടാക്കില്ല. കാരണം എന്ത് നമ്മൾ ചെയ്തില്ല അത് കറക്റ്റ് പോയിന്റ് ചെയ്യും. നമ്മൾ ചെയ്തതിനൊന്നും ഒരു വില ഉണ്ടാവില്ല. നിങ്ങളെ വീട്ടിലും ഇങ്ങനെയാണോ? കമന്റ് ചെയ്യൂ. അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം പാൻ ചൂടാക്കാം. ഓക്കെ, അതിന്റെ ഇടയിൽ കൂടെ അമ്മ എന്താ ഉണ്ടാക്കുന്നത്? അമ്മ അയല പൊരിക്കാണ്. അയലാം പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. പാട് ബാക്കി പാട്. ഇവിടെ മൈക്ക് പഠിക്കാം. കൊടംപുളി ഇട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അങ്ങനെ പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് ബട്ടർ ആഡ് ചെയ്യാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് നമ്മളുടെ കുക്കിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു പാനിലോട്ട് ചൂടായതിനു ശേഷം കുറച്ച് ബട്ടർ ഇടാം. നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മാക്സിമം ബട്ടറിൽ ഉണ്ടാക്കുക, അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ബട്ടറൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം നമ്മളുടെ ഈ ഒരു പേസ്റ്റ് ഇല്ലേ, അത് ആഡ് ചെയ്യുക. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. അതും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മളുടെ നമ്മൾ വെച്ച ചിക്കൻ സ്റ്റോക്കും ചിക്കനും കൂടെ ആഡ് ചെയ്യുക. പിന്നെ ഞാനിവിടെ ഒറിഗാനോ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് സ്പൈസ് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആഡ് ദാറ്റ്. അതിനുശേഷം 2 slices ഓഫ് ചീസ് കൂടെ ആഡ് ചെയ്ത് വഴറ്റി കഴിഞ്ഞാൽ നമ്മളുടെ പാസ്ത ഈസ് റെഡി. സോ നമ്മളുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഒരു ടൊമാറ്റോ അല്ലെങ്കിൽ റെഡ് സോസ് പാസ്തേൻ്റെ ഒരു വ്യക്തിയല്ല, ഒരാളല്ല ഞാൻ. ഞാൻ കഫേയിലൊക്കെ പോയാലും എനിക്ക് വൈറ്റ് സോസ് ആണ് ഇഷ്ടം. എനിക്ക് വൈറ്റ് ക്രീമി സോസ്. ഐ എം എ ഫാൻ ഓഫ് ദാറ്റ്. അമ്മ ഇല ഒരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിവേ എനിക്ക് എവിടെയോ ഇച്ചിരി ഉപ്പ് കൂടിയോന്നൊരു തോന്നലുണ്ട്, അറിയില്ല. ഓൾറെഡി തക്കാളിക്ക് പൊളി ഉണ്ടല്ലോ, ഞാനത് ആലോചിച്ചില്ല. എനിവേ നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷണിക്കുന്നു. വാ, എന്താ അവാർഡ് തരാനല്ല. ഓക്കെ, കൈ തന്ന് വെറുതെ തിന്നോക്ക് എങ്ങനെ ഉണ്ടെന്ന്. പൊതുവേ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമില്ല. എന്നാലും എനിക്ക് നീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ചൂടുണ്ട്. പിന്നെ എന്തോ ഞാൻ പറയാൻ വന്നാലും മറന്നുമല്ല. ഒരാള് കുറേ നേരമായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുമ്പോ നമ്മൾ അത് തള്ളിക്കളയാം. അത് ചീത്തയാണെങ്കിലും നല്ലതാന്ന് പറയണം കേട്ടോ. അതൊക്കെ ഉള്ളതേ പറയൂ. കൊള്ളാം. മറ്റേ വൈറ്റ് ക്രീം അല്ല, സോ അതല്ല, അത് വേറെ റെഡ് സോസ് എന്ന് പറയാൻ പറ്റില്ല. വൈറ്റ് ക്രീം ഉള്ള അതാണ് ഇഷ്ടം. എനിക്ക് വൈറ്റ് ക്രീമിന്റെ ആളാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതൊരു ടൊമാറ്റോ ഫ്ലേവർ ഇത് വരാം. മറ്റേതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഇത് കുറച്ചും കൂടെ എന്താ പറയാ, ഇത് വേറെ ടേസ്റ്റ് ആട്ടോ. ഓരോ ആൾക്കാർക്ക് ഓരോ കുറെ പേര് റെഡ് സോസ് ഇഷ്ടം. അതാ റെഡ് സോസ് ടേസ്റ്റ് ആണിത്. കൊള്ളാം, ഇഷ്ടായി. ഞാൻ പക്ഷെ വൈറ്റ് സോസ് ഫാനാ. അമ്മയ്ക്ക് എന്താണ് എന്നെ പറ്റി പറയാനുണ്ടോ? പറയാൻ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഉള്ള സമയവും അതെ എല്ലാം ചെലവഴിക്കും. വേറെ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ പ്രദേശത്തോട്ട് വരില്ല. അച്ഛൻ ടേസ്റ്റ് ഞാൻ കൊടുക്കല് എങ്ങനെയുണ്ട് നോക്കാലോ. ഓക്കെ, സോ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പൊ തന്നെ സമയം ഓൾമോസ്റ്റ് എത്ര മണിയായമേ? 9 മണി കഴിയും. സമയം എത്രയായി? 9:30 ആയി. ഇനിയിപ്പോ എനിക്കൊന്ന് മേല് കഴുകി ഒന്ന് കിടക്കണം. കിടക്കും 12 2 മണിക്കോ 3 മണിക്കോ അത്രയും ആവില്ല കേട്ടോ. എന്നാലും അപ്പൊ ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അച്ഛനെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. അപ്പൊ അച്ഛന്റെ ഒപ്പീനിയൻ കൂടെ കേട്ടോ. അച്ഛൻ എന്തായാലും വലിയ അങ്ങനെ ഒന്നും പറയാൻ പോകണമെന്നില്ല, ബിക്കോസ് അവരൊന്നും ഇതിന്റെ ഒന്നും ഫാൻ അല്ല.
അവർക്ക് കപ്പ കാച്ചിൽ അതിന്റെയൊക്കെ ഫാനാണ് അവർ. Yeah. കാച്ചില്, ചേമ്പ്, ചോറ്, ചോറ്, മീൻകറി, കറി, മീൻകറി, സാമ്പാറ്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ഒന്നും ജനിക്കേണ്ടതല്ലായിരുന്നു, ഞാൻ വേറെ ഏതോ ഉഗാണ്ടയില് ഉഗാണ്ടല്ല അല്ല വേറെ ഏതോ ഒരു രാജ്യത്ത് ഞാൻ ജനിക്കേണ്ടതായിരുന്നു. കാരണം എനിക്ക് ചോറും കറിയോടൊന്നും വലിയ താല്പര്യമേ ഇല്ല. വല്ലപ്പോഴൊക്കെ എനിക്ക് ചോറും കറി തിന്നൂല നല്ല തിന്നും, പക്ഷെ എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല അതിനോടൊന്നും. എന്ത് ചെയ്യാനോ, ഞാൻ എവിടെയോ ജനിക്കേണ്ടതായിരുന്നു. എനിക്ക് ഇതൊക്കെ തിന്നാലും ഇത്തിരി ചോറും കറിയും കിട്ടിയാൽ ഉഷായി. അമ്മയ്ക്ക് എവിടെ പോയാലും ചോറ് വേണം. ഞാനും അച്ഛനും അമ്മയും കൂടെ പണ്ട് മുംബൈയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പം അമ്മ എനിക്കും പറ ചോറും ചമ്മന്തിയും വേണം മുംബൈ ചെന്നിട്ട്. ഞാനാണെങ്കിൽ അവിടുത്തെ മറ്റേ പാനിപ്പൂരി മറ്റേ ബേൽപൂരി എന്നൊക്കെ പറഞ്ഞ് ഞാനതൊക്കെ തിന്ന് നടക്കുക. അപ്പൊ അമ്മയ്ക്ക് ചോറും ചമ്മന്തിയും വേണം. എവിടുന്ന് എടുത്തു കൊടുക്കാനാ? ചമ്മന്തി അല്ലെങ്കിൽ മീൻകറിയോ? ചോറ് വേണം. ചോറ് ഓക്കെ, നമ്മളെ ചോറല്ലല്ലോ അവിടെ. അതാ നമ്മള് സാഹചര്യത്തിൽ നമ്മൾ ഓരോ സാഹചര്യത്തിലും ജീവിക്കാൻ പഠിക്കണം. പക്ഷെ അമ്മേനെ കൊണ്ടൊന്നും അത് പറ്റത്തില്ല. അമ്മയ്ക്ക് എവിടെ ചെന്നാലും ചോറ് വേണ്ടി വരും. എല്ലായിടത്തും ചോറ് കിട്ടുമോ? ഇവിടുത്തെ സാഹചര്യത്തിൽ ജീവിക്കാൻ വേണ്ടി ഈ പാസ്ത ഇതെല്ലാം വാങ്ങിക്കൊണ്ടു. ഞാൻ പക്ഷെ ചോറ് തിന്നുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ ചോറിനോട് താല്പര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെയാണ് സംഭവിച്ചത്. ഐ ഹോപ്പ് ദാറ്റ് യു ഗൈസ് ലവ്ഡ് ഇറ്റ്. അപ്പം എന്തൊക്കെയുണ്ടെന്നല്ല, അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ്സിൽ പറയൂ. സോ വേറൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ signing off from Jinchima AR and Jija Rajan. Bye bye, love you guys. More flying kiss.